ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം ഇന്ത്യയിലുടനീളം വലിയ ആവേശത്തോടെയാണ് ആഘോഷിക്കപ്പെടാറുള്ളത്. നീല പതാകകളും ജയ് ഭീം വിളികളും കൊണ്ട് തെരുവുകൾ നിറയും. എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിൽ നാം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ അംബേദ്കർ എന്ന ബിംബത്തെയാണോ അതോ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയാണോ യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത്? അംബേദ്കർ ജയന്തി വെറുമൊരു ചടങ്ങായി മാറുന്നുണ്ടോ? ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അംബേദ്കർ അനിവാര്യനാണ്. ഒരു കാലത്ത് അദ്ദേഹത്തെ എതിർത്തവർ പോലും ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് മുദ്രാവാക്യമായി ഉപയോഗിക്കുന്നു. ഇതിനെ നമുക്ക് പ്രതിവൽക്കരണം എന്ന് വിളിക്കാം. വലിയ പ്രതിമകൾ നിർമ്മിക്കുന്നതിലും വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിലും കാണിക്കുന്ന താൽപ്പര്യം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ജാതിവിരുദ്ധ പോരാട്ടങ്ങളിലോ സാമൂഹിക നീതിയിലോ കാണുന്നുണ്ടോ എന്നത് സംശയകരമാണ്. അംബേദ്കറെ ഒരു വിഗ്രഹമാക്കി മാറ്റുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ വിപ്ലവാത്മകമായ രാഷ്ട്രീയത്തെ ലഘൂകരിക്കാനാണോ ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നത്? അംബേദ്കർ സ്വപ്നം കണ്ടത് ജാതിയില്ലാത്ത ഇന്ത്യയായിരുന്നു. എന്നാൽ 2026 നമ്മുടെ വാർത്തകളിൽ ജാതി വിവേചനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ദളിത് വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുമ്പോഴും പലപ്പോഴും നിയമവ്യവസ്ഥകൾ അവർക്ക് അന്യമാകുന്നു. ഒരു വശത്ത് അംബേദ്കർ ജയന്തി ആഘോഷിക്കപ്പെടുമ്പോൾ മറുവശത്ത് ജാതിയുടെ പേരിൽ മനുഷ്യർ ക്രൂരമായി വേട്ടയാടപ്പെടുന്നു. ഈ വൈരുദ്ധ്യം നമ്മുടെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അംബേദ്കർ മുന്നോട്ട് വച്ച അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് അഥവാ ജാതി നിർമ്മാർജ്ജനം എന്നത് കേവലം പുസ്തകത്താളുകളിൽ മാത്രം ഒതുങ്ങുകയാണോ? ഭരണഘടന എന്നതൊരു നിയമപുസ്തകം മാത്രമല്ല, അതൊരു ജീവിത രീതി കൂടിയാണെന്ന് അംബേദ്കർ വിശ്വസിച്ചിരുന്നു. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന തത്വങ്ങൾ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ വേരോടിയിട്ടുണ്ട്. വിയോജിക്കാനുള്ള അവകാശവും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവും ഭരണഘടനയുടെ ആത്മാവാണ്. എന്നാൽ ഈ മൂല്യങ്ങൾക്ക് നേരെ വെല്ലുവിളികൾ ഉയരുമ്പോൾ അംബേദ്കറെ ആഘോഷിക്കുന്നവർ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. എങ്കിലും പ്രത്യാശയുടെ ചില കിരണങ്ങളുണ്ട്. പുതിയ തലമുറയിലെ യുവാക്കൾ അംബേദ്കറെ വെറുമൊരു ബിംബമായല്ല, മറിച്ച് തങ്ങളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ട വീര്യമായാണ് കാണുന്നത്. ക്യാമ്പസുകളിലും തെരുവുകളിലും അംബേദ്കറേറ്റ് രാഷ്ട്രീയം സജീവമാകുന്നു. അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമായ അംബേദ്കർ ഇന്നും ജീവിക്കുന്നു. ആഘോഷങ്ങൾക്കപ്പുറം അറിവ് നേടാനും സംഘടിക്കാനും പോരാടാനുമുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം അവർ ഏറ്റെടുക്കുന്നുണ്ട്. അംബേദ്കർ ജയന്തി ആഘോഷിക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ കുഴിച്ചു മൂടിക്കൊണ്ടാകരുത്. ജാതി വിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നതിലും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിലുമാണ് അദ്ദേഹത്തോടുള്ള യഥാർത്ഥ ബഹുമാനം അടങ്ങിയിരിക്കുന്നത്. പ്രസംഗങ്ങളിൽ മാത്രം അംബേദ്കറെ ഒതുക്കാതെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം.